Hello viewers, namaste. Welcome back to my video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഓപ്ഷൻ ട്രേഡിംഗിൽ എങ്ങനെ നമുക്ക് കറക്റ്റ് ടൈമിൽ എൻട്രി എക്സിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാവുന്നൊരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഞാൻ നിങ്ങളെ ഇപ്പം കാണിക്കുന്ന ലൈവ് മാർക്കറ്റാണ്. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിളിക്കുക 9061973737 എൻ്റെ ഒഫീഷ്യൽ നമ്പർ കൂടിയാണ്. കോൾ ചെയ്യാൻ, മെസ്സേജ് അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ എൻ്റെ വാട്സപ്പിന് ഡയറക്റ്റ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ ചാറ്റിലോട്ട് വരാം. പിന്നെ ഓഫീസിൽ ഡയറക്റ്റ് വരാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് വന്ന് കാണാവുന്നതാണ്. ഓഫീസ് വരുന്ന ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് എടുത്തിട്ടാണ്. അപ്പം ഞാൻ ഇതിൽ കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഓപ്ഷനിൽ നമ്മുടെ അണ്ടർലൈൻ അസറ്റ് എന്ന് പറയുന്ന നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ബേസ് ചെയ്യണം നമ്മളെ കോൾ എടുക്കണം, പുട്ട് എടുക്കണം, ഏത് സ്ട്രൈക്കിൽ പോകണം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് നമ്മൾ സോഫ്റ്റ് അനുസരിച്ച് ഫോളോ ചെയ്യുന്ന നമ്മുടെ സ്ട്രൈക്കിൻ്റെ ചാർട്ടാണ്. അതായത് നമുക്ക് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഏത് വേണമെങ്കിലും എടുക്കാം. അത് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഇൻ ദ മണിയിൽ ഒരു സ്ട്രൈക്ക് വേണമെന്നുണ്ടെങ്കിൽ, അറ്റ് ദ മണി വേണമെന്നുണ്ടെങ്കിലോ ആ ഒരു സ്ട്രൈക്കിൻ്റെ ചാർട്ട് നമ്മുടെ സോഫ്റ്റിൽ ഓപ്പൺ ചെയ്യും. നമുക്ക് ഓൾറെഡി ഓപ്ഷൻ ചെയിൻസ് അവൈലബിൾ ആണ്, സെപ്പറേറ്റ് ചാർട്ട് അവൈലബിൾ ആണ്. അതിൽ ഓപ്പൺ ചെയ്ത് നോക്കുക. അവിടെ എന്തായിരിക്കും നമുക്ക് ബൈ സിഗ്നലും അവിടെ ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഏറ്റവും മേളിൽ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് 43,985. ഈ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് വാല്യൂ ആണ്. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഗ്രീൻ അപ്പാരോ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ബൈ സിഗ്നൽ, അതായത് നമുക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ. റെഡ് ഡൗൺ ആരോ സെൽ സിഗ്നൽ ആണ്. അതായത് അണ്ടർലൈൻ അസറ്റ് സെൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. അപ്പം നമ്മൾ നോക്കുക, ഇവിടെ നമുക്ക് സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ് നമുക്ക് ഇതുപോലെ അലർട്ട് മെസ്സേജ് കാണിച്ചു തരും. പോപ്പപ്പ് മെസ്സേജ് വിത്ത് സൗണ്ട് എഫക്റ്റ്. ഇതിനകത്ത് എഴുതി കാണിച്ചാൽ ഏത് റേറ്റിൽ നമ്മൾ ബൈ എടുക്കണം, ഏത് റേറ്റിൽ സെൽ എടുക്കണം, ഡീറ്റെയിൽസ് ഇവിടെ വരും. അല്ലെങ്കിൽ ഏറ്റവും മേളിൽ നോക്കിയാൽ 43,817 ഈ ബൈ സിഗ്നൽ വന്നിരിക്കുന്ന റേറ്റാണ് 43,817 എന്ന ലെവലിലാണ്. ഇന്ന ലെവലിൽ ബാങ്ക് നിഫ്റ്റി നിന്നപ്പോഴത്തേക്കുമാണ് ഇതിനകത്ത് ബാങ്ക് നിഫ്റ്റി, അതായത് നമ്മുടെ അണ്ടർലൈൻ അസറ്റിൽ ബൈ വന്നത്. അതായത് നമ്മൾ കോൾ ഓപ്ഷൻ എടുക്കാനുള്ള ഇൻഡിക്കേഷൻ. ഈ 43,817 എന്ന് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ അഡ്ഡ മണി എടുക്കണമെന്നുണ്ടെങ്കിൽ 43,800 എടുക്കാം. അല്ലെങ്കിൽ ഇന്ത മണി ആണെങ്കിൽ നേരെ നിങ്ങൾ ഒരു 100-200 പോയിന്റ് താഴെ എടുത്ത് വെച്ചാൽ മതി. അത് 43,700 ആകാം, 600 ആകാം. ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ നിങ്ങൾക്ക് 43,900, 44,000 തന്നെ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് പറഞ്ഞ പോലെ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓൾറെഡി സ്ട്രൈക്ക് ചാർട്ട് അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ നേരെ പോയി ആ ചാർട്ട് എടുക്കുന്നു, ആ സ്ട്രൈക്കിൻ്റെ ചാർട്ട് എടുക്കുന്നു. 43,817 എനിക്ക് വേണ്ടത് 43,700 അല്ലെങ്കിൽ 600, 500 ഏതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് അത് പോയി ഓപ്പൺ ചെയ്യാം. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 43,700 കോൾ ഓപ്ഷന് ചാർട്ടാണ്. അപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ സ്ട്രൈക്കിനകത്ത് നിങ്ങൾ ഏതാണ്, ഇപ്പോൾ ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി ആകാം, അവിടെ എന്തായിരിക്കണം, അവിടെ ഇതുപോലെ ബൈ സിഗ്നൽ കാണിക്കണം. ഇനി ഇത് കൺഫേം ആണെന്ന് മാത്രം നോക്കിയത്. കൺഫർമേഷൻ എന്ന് പറയുന്നത് സിഗ്നൽ വന്ന ശേഷം നിങ്ങൾ നോക്കുക, പ്രൈസ് ഇവിടെ ബൈ സോൺ എന്ന് എഴുതിയും കാണിക്കണം. അതുപോലെ സിഗ്നലിൻ്റെ നമ്മൾ ഈ സിഗ്നൽ ഈ ക്യാൻഡിലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എൻട്രി എടുക്കുന്ന സെക്കൻഡ് ക്യാൻഡിലാണ്. കാരണം നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ താഴത്തെ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് ആ സെക്കൻഡ് ക്യാൻഡിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തേർഡ് റെയർ കേസിൽ മൂന്നാമത്തെ, നാലാമത്തെ ക്യാൻഡിൽ നമുക്ക് സിഗ്നൽ കൺഫർമേഷൻ കിട്ടും. ഒരു പ്രോബ്ലം ഇല്ല. നമ്മൾ മാർക്കറ്റ് ലെവലിൽ അതിനെ എൻട്രി ചെയ്ത് വെച്ചാൽ മതി. ട്രേഡ് എപ്പോഴും ചെയ്യണം നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലാണ്, നിങ്ങളുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോം. അവിടെ മാർക്കറ്റ് ഓർഡറിൽ എൻട്രി ചെയ്യാം. താഴത്തെ ബാർ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. സിഗ്നൽ വന്ന ശേഷം താഴത്തെ ബാർ ഗ്രീൻ ആൻഡ് പ്രൈസ് ബൈസോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കൺഫർമേഷൻ പാർട്ട് ക്ലിയർ ആയി. നേരെ നമ്മുടെ ടെർമിനലിൽ നമ്മൾ ആ എക്സിക്യൂട്ട് ചെയ്യാം, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. 191.30 നമുക്ക് ബൈ സിഗ്നൽ വന്നത്. ഈ 91.30 തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പം 30-ന് ശേഷം 40 ആകാം, അല്ലെങ്കിൽ ആ ഒരു ചെറിയ വേരിയേഷൻ നമുക്ക് കിട്ടും. അതിനകത്ത് പറഞ്ഞത് നമ്മൾ മാർക്കറ്റ് റേറ്റിലാണ് എൻട്രി ചെയ്യേണ്ടത്. ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് മാർക്കറ്റ് റേറ്റിൽ എൻട്രി ചെയ്യാം. താഴത്തെ നമുക്ക് അതനുസരിച്ച് സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് എല്ലാം വരും. ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്, 3 ടാർഗറ്റ് വരും. ഇത് കണ്ടിട്ട് നല്ലൊരു കയറ്റമാണ് കയറിയത്. അത് 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. 191.30 241 വരെ നമുക്ക് മൂന്നാമത്തെ ടാർഗറ്റ് വരെ കയറിയ ശേഷം അതിനെക്കാട്ടിലും മാർക്കറ്റ് കയറിപ്പോയി. അതായത് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് 308-ലാണ്. അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ നേരെ ആദ്യം നോക്കേണ്ടത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി, ദാറ്റ് ഈസ് അവർ അണ്ടർലൈൻ അസറ്റ്. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ
കോൾ എടുക്കണം, പുട്ട് എടുക്കണം, ഏത് സ്ട്രൈക്കിലോട്ട് പോകണം, ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണിയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു സെലക്ഷൻ പാർട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ കൺഫർമേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന നമ്മുടെ ഓപ്ഷൻ്റെ പ്രീമിയം ചാർട്ട് നോക്കിയിട്ട് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും. ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വിഷൻ കിട്ടും. ഏത് ലെവൽ എൻട്രി ചെയ്യണം, എനിക്ക് ഏതൊരു ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യണം, എൻ്റെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ്, ആ ഒരു ക്ലിയർ വിഷൻ നമുക്ക് ഈ ഒരു സ്ട്രൈക്കിംഗ് ചാർട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ബാക്കി കൂടുതൽ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു തരും, യൂസ് ചെയ്യുന്ന വിധമൊക്കെ പറഞ്ഞു തരും. ട്യൂട്ടോറിയൽ വീഡിയോസ് അവൈലബിൾ ആണ്. സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. എല്ലാ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാനിത് ഈ വീഡിയോയിൽ പറഞ്ഞത് വളരെ എന്താണ് സിമ്പിളായിട്ട് രീതിയിലാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ വിളിക്കുക. എൻ്റെ പേര് ഗംഗ എന്നാണ്. നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവിൽ നിങ്ങൾക്ക് കാണാവുന്നതാണിത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ വിളിക്കുക. ആൻഡ് താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ.